ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി തരംഗമായ രാവണപ്രഭു ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് ഒരു റീ റിലീസ് സിനിമയുടെ ഒരു ഒറ്റ ദിവസത്തെ മാത്രം റെക്കോർഡ് കേരള കളക്ഷനാണ്. ഇന്നലെ ഞായറാഴ്ച 80 ലക്ഷത്തിലധികം കേരള കളക്ഷൻ നേടിയെടുത്ത് റെക്കോർഡിട്ട രാവണപ്രഭു ഇന്നലെ വരെ 2,30,00,000 കേരള ഗ്രോസ് ആണ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആദ്യ 3 ദിവസത്തെ കൃത്യമായ കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും 2,80,00,000 കടന്നുവെന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാവണപ്രഭു വൻ കളക്ഷൻ തന്നെ ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന റീ റിലീസ് സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ്. ആ ലിസ്റ്റിൽ ടോപ്പ് 5-ലുള്ള 5 സിനിമകളും നമ്മുടെ ലാലേട്ടൻ സിനിമകളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒന്നാം സ്ഥാനത്ത് ദേവദൂതൻ എന്ന സിനിമയാണ് മലയാളം റീ റിലീസ് സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് നേടിയെടുത്തിരിക്കുന്നത്. 5,40,00,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദേവദൂതന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. രണ്ടാം സ്ഥാനത്ത് മലയാളത്തിലെ ആദ്യത്തെ 4K റിമാസ്റ്റർ റീ റിലീസ് ചിത്രമായ സ്ഫടികമാണ്. 4,94,00,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മണിച്ചിത്രത്താഴാണ്. 4,64,00,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. നാലാം സ്ഥാനത്ത് ഈ വർഷം തിയേറ്ററുകളിലെ വലിയ തരംഗമായ ചോട്ടാ മുംബൈയാണ്. 4,31,00,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പോഴത്തെ 5-ാം സ്ഥാനത്ത് 5-ാമത്തെ ലാലേട്ടൻ റീ റിലീസ് ചിത്രം രാവണപ്രഭു എത്തപ്പെട്ടിരിക്കുകയാണ്. 2,80,00,000 ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് സിനിമ നേടിയെടുക്കുമ്പോൾ 1-ാം സ്ഥാനം എത്തപ്പെടാനുള്ള ദേവദൂതന്റെ കളക്ഷൻ മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും സിനിമയ്ക്കുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട് കാത്തിരിക്കൂ.